നേരത്തെ പറഞ്ഞ ശനി വസുദേവയെ നിർബന്ധിപ്പിച്ചു ദേവകിയെ വിവാഹം ചെയ്യാൻ. അപ്പോൾ വസുദേവ പറഞ്ഞു, യാജകുടുംബത്തിൽ യാജകുമാരനെ വേണം വിവാഹം ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്ത അയൽപക്കമുള്ള ദേശത്തിൽ കന്യകമായി വിവാഹം ചെയ്യണം, യാദവ സ്ത്രീകളെ കല്യാണം കഴിക്കണം, നല്ല സൗകര്യം വയ്ക്കണം. ഇത് ചെയ്യുന്ന ശനിന്ന് പറഞ്ഞു. അങ്ങനെ ശനിയുടെ നിർബന്ധത്തിന് വഴങ്ങി വസുദേവ ദേവകിയെ വിവാഹം ചെയ്തു. പിന്നെ ഭഗിനിക പയു കുട്ടിയായ യോഗിനിയെയും വസുദേവ വിവാഹം ചെയ്തു. പിന്നീട് വസുദേവ ദേവകി വിവാഹം കഴിഞ്ഞ് കംസൻ സാരഥിയായി യാത്ര വേണ്ടി പോകുമ്പോൾ ആകാശവാണി ശബ്ദം വന്നു. ദേവകിയുടെ അഷ്ടമ ശിശു കംസാണിനെ വധിക്കുമെന്ന്. അങ്ങനെ കംസൻ വസുദേവ ദേവകിയുമായ കായാകത്തിൽ അടച്ചു. ഇതിനെ ചോദ്യം ചെയ്ത ഉഗ്രസേനനെയും കംസൻ കായാകത്തിൽ അടച്ചു. അപ്പോൾ ഉഗ്രസേന സത്യം പറഞ്ഞു, ധൂമനൻ്റെയും ഹേമാവതിയുടെ മകനാണ് നീ, എൻ്റെ മകനുണ്ട. ഇതും കൂടി കേട്ടപ്പോൾ കംസൻ ദോഷഗുണനായി. പിന്നീട് വസുദേവ ദേവകി ആദ്യത്തെ ശിശു ജനിച്ചു. കംസൻ വധിച്ചില്ല. കംസൻ പേര് കൊടുത്തു കീർത്തിമാനോട്. ഒടുവിൽ നായരമ്മന് ഒരു മുത്തുമാനോ കൊടുക്കുന്നു. 1 തൊട്ട് 8 വരെയും 8 തൊട്ട് 1 വരെയും. അത് കാര്യം മനസ്സിലാക്കി കംസൻ. എന്നിട്ട് കീർത്തിമാനെ ആദ്യം മരിച്ചു. 2ാമത്തെ മകനായ സുസേനൻ, 3ാമത്തെ മകനായ ഉദയൻ, 4ാമത്തെ മകനായ ഭദ്രസേനൻ, 5ാമത്തെ മകനായ യുധേശ, 6ാമത്തെ മകനായ ഭദ്രദേഹമായെയും കംസൻ്റെ കയ്യാൽ വധിക്കപ്പെട്ടു. പിന്നീട് സൂര്യസേനൻ സ്വന്തം പുത്രനായ അക്കൂയനും ദേവസാവനും, അക്കൂയ ശുദ്ധനു ദേശവും ശുദ്ധനുവിൻ്റെ സേനയും, ദേവസാവ ശ്രദ്ധയുടെ ദേശവും സേനയും, പിന്നെ സൂര്യസേനൻ്റെ മരുമകനായ ധമ്മകോശൻ ശൈലിസേന, ലഗ്നാജിത്ത് കോശൻ്റെ സേന, ശനിയുടെ പുത്രനായ ശത്രുഘ്നനും കസവനും, ശത്രുഘ്നൻ്റെ മകൻ ശത്രുഘി, കസവൻ്റെ പുത്രനായ വിഷയുബയും വിശ്വസേനയും, ഭോജദേശത്തിൻ്റെ ഭോജൻ, പിന്നെ ഉഗ്രസേനൻ്റെ അനുജനായ ദേവഗണം, പിന്നെ ബിംബാബേന ഭീഷ്മകനും നീണ്ടും കംസനെതിരെ ജഡക്ക് കണ്ണൻ്റെ ജമം കാത്തു നിന്നവർ. ഇനി കംസനെ സകാശവയ മകനാധിപനായ ജയാസന്ധൻ, ബിംബാബേന ഭീഷ്മക പുത്രനായ യുക്മി, യുക്മജഡ, യുക്മബാഹു, യുക്മകേശ, യുക്മവന്നി, സൂര്യസേനൻ്റെ പോത്തമ ശൈശവം വരിയുടെ അക്കൂയ ദേവസവമയുടെ വിന്നാപം. അക്കൂയിന് 2 ആൺകുട്ടികൾ, ദേവകനും ഉപദേവകനും, ദേവസവൻ ഏകൻ നവിയൻ, പിന്നെ ശിശുപാണൻ, പിന്നെ ധമ്മകോശൻ്റെ അനുജനായ ദണ്ഡവക്കയൻ, യുദ്ധുയടൻ, യോമകശനൻ, മാടയാസൻ സണ്ണിയ, സണ്ണൻ, സ്വർണ്ണൻ, ഭഗണികൻ, കുവിയാജാവാണ്, സോമദത്തൻ, ശിവനിഞ്ഞും നിബിസ, ഭൂയിസ വശസ്, ഭൂയി, സാണൻ, ശനി, തിരുവമ്മാവ് തുടങ്ങിയ രാക്ഷസ വർഗങ്ങളും ഭയങ്കരമായ സേനകളും, പിന്നെ ജയയും പൂടനയും തുടങ്ങുന്ന അശ്വയ ഗണങ്ങളും കൊണ്ട് നിന്നും കംസനെ സഹായിക്കാൻ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത്. നന്ദി, നമസ്കാരം.